എൻ്റെ പൊന്നു മച്ചാന്മാരെ നമ്മളിത് ഇന്ന് പരിചയപ്പെടാൻ പോണ ഈ മീൻ ഏട്ട തേടെന്നൊക്കെ പറയാനാട്ടാ ഇതൊരു സ്പെഷ്യൽ മീൻ തന്നെയാണ്. ഇത് മൊരിയനേട്ട എന്ന് പറയും. മൊരിയനേട്ട ഈ ഏട്ടേൻ്റെ മുകളിലെ തൊലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പോയ പോലെ ഇരിക്കും, പക്ഷെ അത് തൊലി പോയതല്ല. അതിനാണ് മൊരിയനേട്ട എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഏട്ട മേടിക്കണമെങ്കിൽ ഇതുപോലത്തെ ഏട്ട മേടിച്ച് മാക്സിമം കഴിക്കാൻ നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല നെയ്യും ആയിരിക്കും ഉള്ളിൽ. മൊരിയനേട്ട എന്ന് പറയും, അടിപൊളിയാണ്. ഏട്ട എപ്പോഴും മേടിക്കാൻ വെച്ച് വലിയ ഏട്ട നോക്കി മേടിക്കണം. തൂക്കം കൂടുതലുള്ള നോക്കി മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ്, ചെറുത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ തൊലിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി കട്ട് ചെയ്ത് കറി വെച്ച് കഴിച്ചാൽ സൂപ്പറായിരിക്കും. പൊരിക്കാൻ ഒരിക്കലും നല്ലതെന്ന് ഞാൻ പറയില്ല. ഏട്ട എപ്പോഴും കറി വെക്കണം. ഏട്ട തലയൊക്കെ കറി, തല മാത്രമൊക്കെ ഇട്ട് കറി വെച്ചാൽ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതിപ്പോൾ നമ്മളൊരു ബംഗാളി കസ്റ്റമറിന് വേണ്ടി കട്ട് ചെയ്യട്ടെ. അവന് തൊലി എടുക്കണ്ട. ബംഗാളികളങ്ങനെ പൊതുവേ തൊലി എടുക്കാറില്ല. അപ്പോൾ അവന് വേണ്ടി കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക. കണ്ട നെയ്യൊക്കെയുള്ള നെയ്യ് മുറ്റിയ സാധനം കേട്ടോ, നല്ല നെയ്യുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.